ഭദ്ര എല്ലാം കഴിഞ്ഞ് ഹാളിലേക്ക് ചെന്നപ്പോൾ അച്ഛനെയും മകനെയും കണ്ടില്ല. പുറത്താണിൽ നല്ല മഴ. അവൾ സന്ധ്യാദീപം കൊളുത്തി കണ്ണടച്ച് പ്രാർത്ഥിച്ചു. പുറത്ത് മഴ കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഇതിപ്പോൾ സ്ഥിരമാണ്. വൈകിട്ട് വരെ നല്ല വെയിലും ചൂടും, വൈകുന്നേരം ആവുമ്പോൾ നല്ല മഴയും. ഭദ്ര കാലാവസ്ഥയെ പഴിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി. പ്രതീക്ഷിച്ച പോലെ ബെഡിലിരുന്ന് കളിക്കുന്നുണ്ട് അച്ഛനും മോനും. അനന്തം ഭദ്രയെ കണ്ടപ്പോൾ അവളെ തന്നെ നോക്കിക്കൊണ്ട് കുഞ്ഞിൻ്റെ കൂടെ കളിച്ചു. ഭദ്ര അത് ശ്രദ്ധിക്കാതെ തലയിൽ കെട്ടിയ തോർത്തഴിച്ചു വിരിച്ചു. വലിയ തടിയലന്മാരുടെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടികോതി അനന്തം നോക്കുന്നത് കൃത്യമായി കാണാം. അനന്തം കുഞ്ഞിനെ എടുത്ത് നിലത്തിരുത്തി കളിപ്പാട്ടങ്ങൾ നിറയെ വെച്ചു കൊടുത്ത് ഭദ്രയുടെ അടുത്തേക്ക് ചെന്നു. ഭദ്ര അവൻ വരുന്ന കണ്ടെങ്കിലും ഗൗനിച്ചില്ല. അവൻ അവളെ അടുത്തു വന്നതും പുറകിൽ നിന്ന് ആഞ്ഞു പുണർന്നിരുന്നു. ഭദ്ര പെട്ടെന്ന് ഞെട്ടി. അനന്തം തല താഴ്ത്തി അവളുടെ കഴുത്തിൽ ചുണ്ടുകൾ അമർത്തി. ആ കാഴ്ച കണ്ണാടിയിലൂടെ കാണുകയും നേരിട്ട് അനുഭവിക്കുകയും ചെയ്ത ഭദ്രയുടെ കണ്ണുകൾ അടഞ്ഞുപോയി. അവൾ കൈകൾ കൂട്ടിപ്പിടിച്ചു. അനന്തൻ്റെ മീശയും താടിയും കഴുത്തിൽ ഇക്കിളി കൂട്ടുന്നുണ്ടായിരുന്നു. ഭദ്ര വേഗം കണ്ണു തുറന്ന് കണ്ണാടിയിലേക്ക് നോക്കി. അനന്തൻ അവളുടെ കഴുത്തിൽ മുഖമർത്തിക്കൊണ്ട് ഇറുക്കി പുണർന്ന് നിൽപ്പ് തന്നെയാണ്. ഇനിയും മിണ്ടാതിരിക്കാനാണ് ഭാവമെങ്കിൽ എടുത്ത് കിണറ്റിലിടുഞ്ഞാൻ കാളിക്കുട്ടി. അനന്തൻ മുഖം കഴുത്തിൽ നിന്ന് എടുത്ത് അവളുടെ മുടിയിൽ അമർത്തി. ഭദ്ര അവൻ്റെ കൈവിട്ട് അവന് നേരെ തിരിഞ്ഞു നിന്നു. ഞാൻ എന്തിനാ മിണ്ടുന്നേ? നിങ്ങൾക്ക് മിണ്ട ഇഷ്ടം പോലെ ഗുണ്ടകൾ ഈ നാട്ടിലില്ലേ? ഭദ്ര കിറുവിച്ചു. അനന്തൻ ഒന്ന് ചിരിച്ച് അവളുടെ ഇടുപ്പിലൂടെ കൈകോർത്ത് അവനിലേക്ക് ചേർത്ത് നിർത്തി. ആരുണ്ടെങ്കിലും നിന്നെപ്പോലെ ആവോ? അയ്യടാ, കൊഞ്ചാൻ വന്നിരിക്കുന്നു. ഭദ്ര മുഖം തിരിച്ചതും അനന്തൻ അവളെ കണ്ണാടിയിലേക്ക് ചേർത്ത് നിർത്തി അവളിലേക്ക് അമർന്നു നിന്നുകൊണ്ട് കണ്ണുകളിലേക്ക് നോക്കി. ഭദ്രയുടെ കണ്ണിൽ നിന്ന് ദേഷ്യം എങ്ങോട്ടോ മാറിപ്പോയി. അനന്തൻ്റെ കണ്ണുകളിലെ ഭാവം നേരിടാൻ കഴിയുന്നില്ല. തൊണ്ടയിലെ ഉമിനീർ പോലും വറ്റുന്നു. മിഴികൾ താഴ്ത്തി അവൾ മറ്റെങ്ങോട്ടോ നോക്കി. എന്നോട് പിണക്കാണിൽ മുഖത്ത് നോക്കി പറയ്. അനന്തൻ ഒന്നുകൂടെ അവളുടെ മുഖത്തിന് നേരെ മുഖം കൊണ്ടുവന്ന് പറഞ്ഞതും ഭദ്ര ഉമിനീരിറക്കി. പിടയ്ക്കുന്ന അവളുടെ മിഴികളിൽ തന്നെ അനന്തൻ നോക്കി നിന്നു. കാലൻ ഇമാതിരി നോട്ടം നോക്കിയിട്ട് പറയുന്ന കണ്ടില്ലേ മുഖത്തോട്ട് നോക്കാൻ. കാലമാടൻ. ഭദ്ര മനസ്സിൽ നല്ലോണം സ്മരിച്ചു. അനന്തൻ കൈ രണ്ടും അവളുടെ തലയ്ക്ക് മുകളിൽ അലമാരി ചേർത്ത് വെച്ചു. ഭദ്രയ്ക്ക് തൊണ്ട വരണ്ടു. പറയടി, എന്നോട് ദേഷ്യമാണോ? അനന്തൻ അവളുടെ കണ്ണുകളിൽ ചുണ്ടു ചേർത്തതും ഭദ്ര അവനെ പുറകിലേക്ക് തള്ളി. ഒരടി പോലും നീങ്ങാതെ അവൻ അവിടെ തന്നെ നിന്നു. അനന്തൻ മുഖം താഴ്ത്തി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. പിന്നെ മൂക്കിൻ തുമ്പിൽ മെല്ലെ കടിച്ചു. ഭദ്ര അവനെ അകറ്റി നിർത്താൻ കഴിയാതെ നിന്നു. അനന്തൻ കണ്ണടച്ച് കിടക്കുന്നവളെ വല്ലാത്ത ഭാവത്തോടെ നോക്കി. ഭദ്ര കണ്ണു തുറന്നതും അനന്തൻ മുഖത്തെ ഭാവത്തിൽ കണ്ണുകൾ ഇപ്പോൾ തുറക്കേണ്ടെന്ന് തോന്നിപ്പോയി. അവളെ തന്നെ ഉറ്റുനോക്കി. അവളിലെ ഓരോ ഭാവം ആസ്വദിക്കുകയാണവൻ. അനന്തൻ മെല്ലെ അവളുടെ ചുണ്ടുകളിലേക്ക് ചുണ്ടുകൾ അമർത്തിയതും ഭദ്ര ഒന്ന് ഉയർന്നു നിന്ന് പിന്നിലേക്ക് ചാഞ്ഞു. വിടർന്ന ചുണ്ടുകൾ കൊണ്ട് കിതപ്പടക്കുന്നവളുടെ കീഴ്ചുണ്ട് നുണഞ്ഞുകൊണ്ട് അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. ഭദ്രയുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ മുറുകി. ഒട്ടും വേദനിപ്പിക്കാതെ പൂവിൽ നിന്ന് തേൻ നുകരുന്ന പൂമ്പാറ്റയെപ്പോലെ അവൻ അവളുടെ ചുണ്ടുകൾ മാറി മാറി നുകർന്നു. ഭദ്രയുടെ കൈകൾ അനന്തൻ്റെ തലമുടിയിലേക്ക് കൊരുത്തു. അവൾ കൈവിരലുകൾ കൊണ്ട് അവൻ്റെ താടിയെ തഴുകി. അനന്തൻ്റെ കൈ ഭദ്രയുടെ കവിളിൽ നിന്ന് മൂർന്ന് മാറിലേക്ക് തഴുകിയതും അവൾ അവനെ പെട്ടെന്ന് തള്ളിമാറ്റി. അനന്തൻ പുറകോട്ട് നീങ്ങിയതും അവളെ നോക്കി. ഭദ്ര അവനെ ദേഷ്യത്തിൽ ഒന്ന് നോക്കി. പിന്നെ ആരൂട്ടനെയും. ആള് പിന്നെ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുന്ന തിരക്കിലാണ്. അനന്തൻ അബദ്ധം പറ്റിയ പോലെ ഒന്ന് ചിരിച്ചു. ഭദ്രയുടെ ചുണ്ടിലും ചെറിയ ചിരി വിരിഞ്ഞു. ഭദ്ര ആരൂട്ടനോടൊപ്പം നിലത്ത് കാല് നീട്ടിവെച്ചിരുന്നു. അനന്തൻ മെല്ലെ ഭദ്രയുടെ അടുത്ത് അവൾ ഇരിക്കുന്ന പോലെ കട്ടിൽ ചാരി കാലുകൾ നീട്ടിവെച്ചിരുന്നു. ഡി, എനിക്കിപ്പോഴും ദേഷ്യമാണോ? അവനൊരു കൈ കട്ടിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് ആരോടും ദേഷ്യമില്ല. അനന്തൻ അവളുടെ ചെവിയിലേക്ക് മുടി കയറ്റി വെച്ച് പുഞ്ചിരിച്ചു. ഞാനുള്ള കാലത്തോളം നിനക്കും മോനും ഒന്നും സംഭവിക്കില്ല, നീ പേടിക്കണ്ട. അനന്തൻ ഗൗരവത്തോടെ പറഞ്ഞിട്ട് മുഖം തിരിച്ചിരുന്നു. എനിക്കും മോനും എന്തെങ്കിലും സംഭവിക്കുമെന്ന് മാത്രമാണോ എൻ്റെ ഭയം? ആനന്ദേട്ടന് കാര്യം മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ. ആനന്ദേട്ടന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? അടിയുണ്ടാക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ തീ നിങ്ങൾ കാണുന്നുണ്ടോ? എല്ലാം ഒന്ന് ശാന്തമായി ജീവിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. അന്ന് അമ്പലത്തിന് മുന്നിൽ വെച്ച് പാതി ജീവനോടെ കിട്ടുമ്പോൾ ഞാൻ വിളിച്ച ദൈവങ്ങൾക്ക് കണക്കില്ല. എത്ര പ്രാർത്ഥിച്ചെന്നറിയോ? ഞാൻ എത്ര വിഷമിച്ചു, എത്ര ഒറ്റപ്പെട്ടു. ജീവനോടെയെങ്കിലും കിട്ടിയാൽ മതിയെന്ന് മഹാദേവനോട് പറഞ്ഞു കരഞ്ഞിട്ടുണ്ട്. ഭദ്ര കിതച്ചിരുന്നു. ആനന്ദൻ തലചരിച്ച് ഒന്ന് പുഞ്ചിരിച്ചു. ആനന്ദേട്ടനെ അറിയാം ഞാൻ എന്തിനാ ഇങ്ങനെ ഭയക്കുന്നതെന്ന്. അവൾ കരഞ്ഞു തുടങ്ങിയിരുന്നു. ആനന്ദൻ ഞെട്ടലോടെ അവളെ നോക്കി. എനിക്കും മോനും എന്തെങ്കിലും പറ്റുമെന്ന് ഭയമല്ല,
ഞങ്ങൾക്ക് അനന്തേട്ടൻ നഷ്ടപ്പെടുമെന്ന് ഭയന്നിട്ട. അവൾ കരച്ചിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല. ഭദ്രേ, ഞാൻ വെറുതെ പറഞ്ഞതാ. ആന്തൻ അവളെ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു. ഞാൻ വെറുതെ പറഞ്ഞതാ മോളെ. ആന്തൻ അവളുടെ തലയിലൂടെ തഴുകി. വെറുതെ കളിപ്പിക്കാൻ പറഞ്ഞതാണ്. പക്ഷേ അവളുടെ കണ്ണുകൾ നിറയുന്നത് കാണുന്നത് സഹിക്കില്ല. കരയുമെന്ന് കരുതിയില്ല. ഭദ്ര തേങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭദ്രയോടുള്ള പേടി കൊണ്ട് തന്നെയാണ് ആന്തൻ അവളെ അനുസരിക്കാൻ ശ്രമിക്കുന്നത്. ആ പേടി അമിതമായ സ്നേഹമാണെന്ന് മാത്രം. ഭദ്രയുടെ മുഖം ദേഷ്യത്തിലോ സങ്കടത്തിലോ നിറയുന്നത് അനന്തിന് സഹിക്കില്ല. അത് ആര് കാരണം ആണെങ്കിലും. അതുകൊണ്ട് തന്നെയാണ് അവളുടെ മുന്നിൽ അവളെ അനുസരിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളില്ലാതെ എനിക്ക് വേറെ ആരെ അനന്തേട്ടാ? എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. ഭദ്ര അവൻ്റെ നെഞ്ചിൽ മുഖമർത്തി തേങ്ങി. ആനന്ദൻ ആദിയോടെ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. ഡി, ഞാൻ ചുമ്മാ പറഞ്ഞതാ, നീ കരയല്ലടി. അതുമാത്രം എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റില്ല. ആനന്ദൻ്റെ ശബ്ദം ഇടർന്ന് കണ്ടപ്പോൾ ഭദ്ര അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖം ഉയർത്തി ആനന്ദൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കരച്ചിൽ കണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഭദ്ര കണ്ണുകൾ രണ്ടും അമർത്തി തുടച്ച് എഴുന്നേറ്റിരുന്നു. സംഭവം എന്താണെന്നറിയാതെ ആരൂട്ടൻ ഒരു കരടിപ്പാവ് പിടിച്ചുകൊണ്ട് രണ്ടാളെയും നോക്കുന്നുണ്ട്. ആനന്ദൻ ഭദ്രയുടെ അടുപ്പിലൂടെ കൈയിട്ട് അവളെ അവനോട് ചേർത്തിരുത്തി. ഭദ്ര അവൻ്റെ നെഞ്ചിൽ ചാരി. അവൻ അവളുടെ മൂർധാവിൽ ചുംബിച്ച് ഒന്നുകൂടെ ഇറുക്കി പിടിച്ചു. ഈ കാഴ്ച എന്തോ ആരൂട്ടിന് തേച്ചില്ല. ആള് വേഗം മുട്ടുകുത്തിച്ചെന്ന് ആനന്ദൻ്റെ മടിയിൽ കയറിയിരുന്നു. അമ്മയുടെ പോലെ തന്നെ അസൂയ തീരെയില്ല. ഇടത് കൈ കൊണ്ട് അവനെ ചേർത്ത് പിടിക്കുമ്പോൾ അനന്തൻ പറഞ്ഞു. ഭദ്ര അത് കേട്ട് അവനെ കൂർപ്പിച്ചു നോക്കി. നിന്നോടൊരു കാര്യം പറയാൻ മറന്നു. എന്താ? വിഷ്ണു വിളിച്ചിരുന്നു. അവനൊരു കാര്യം പറഞ്ഞു. വിഷ്ണു പറഞ്ഞ കാര്യങ്ങൾ ഭദ്രയോട് പറഞ്ഞപ്പോൾ അവളുടെ മുഖം പെട്ടെന്ന് തെളിഞ്ഞെങ്കിലും അത് അപ്പോൾ തന്നെ മങ്ങി. എനിക്ക് തോന്നുന്നില്ല അവൾ സമ്മതിക്കുമെന്ന്. ഓ, അതാണോ? അതാദ്യം അവളോട് പറയാതെ എങ്ങനെയാ നീ തീരുമാനിക്കുന്നേ? എന്നാൽ അനന്തേട്ടൻ തന്നെ അവളെ വിളിച്ചു പറയും. അവൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ അറിയിക്കാം. അനന്തൻ ഗൗരവത്തോടെ മീശ പിരിച്ചു. ഓ, എന്തു പറഞ്ഞാലും അതിൽ പിടിച്ച് ഊഞ്ഞാലാടിക്കോളും. ഭദ്ര പിറുപിറുത്തുകൊണ്ട് കുഞ്ഞിനെ എടുത്ത് എഴുന്നേറ്റു. അനന്തൻ ചിരിയോടെ മീശ വേഗം താഴ്ത്തി. എന്നേലും ഞാനത് മുറിച്ചു കളയും, നോക്കിക്കോ. താഴേക്ക് ഇറങ്ങുന്നതിനിടയിൽ അവൾ വിളിച്ചു പറഞ്ഞു. അനന്തൻ ചിരിച്ചുകൊണ്ട് ഫോണെടുത്ത് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. മഴ അല്പം കുറഞ്ഞിട്ടുണ്ട്. അവൻ ഭാവിയുടെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്തു. കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നതിനിടയ്ക്കാണ് അനന്തൻ സന്തോഷത്തോടെ താഴേക്ക് ഇറങ്ങി വന്നത്. എന്തായി? ഭദ്ര ആകാംക്ഷയോടെ ചോദിച്ചു. അവൾ സമ്മതിച്ചു. നീ വീട്ടിൽ വിളിച്ചു പറഞ്ഞോ? ഞാൻ വിഷ്ണുവിൻ്റെ വീട്ടിൽ കൂടി ഒന്ന് വിളിച്ചു പറയട്ടെ. ആനന്ദൻ ഫോണെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. സമയം കുറെ കഴിഞ്ഞിട്ടും ആനന്ദനെ കാണാനില്ല. കുഞ്ഞിന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് ആനന്ദനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോഴും ഫോൺ ചെവിയിലുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴും ആള് ഫോണിൽ തന്നെ കയറി എഴുന്നേറ്റ് വന്നതാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വീണ്ടും സൊല്ലാൻ പോയെന്ന് തോന്നുന്നു. ഭദ്ര ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ പുതപ്പിച്ച് കുഞ്ഞിനരികിൽ കണ്ണടച്ചു കിടന്നു. അനന്തൻ വന്നിട്ട് തന്നെയാണ് ഭദ്രയ്ക്ക് ഉറക്കം വന്നത്. ഇല്ലെങ്കിൽ വരുന്നവരെ ഉറങ്ങാതെ ഇരിക്കും. അവൻ വന്ന് ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ ഭദ്ര വേഗം കണ്ണടച്ചു. അനന്തൻ ഭദ്രയുടെ അടുത്ത് വന്ന് തലയിൽ തഴുകി നെറ്റി ചുംബിച്ചു. ആരൂട്ടിനെ കെട്ടിപ്പിടിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കുമ്പോൾ അവൻ്റെ മുഖത്ത് പതിവില്ലാത്ത തെളിച്ചം കണ്ട് ഇടക്കണ്ണിട്ട് നോക്കിയ ഭദ്ര ചിന്തയോടെ കണ്ണുകൾ ഇറുക്കി മൂടി. രാവിലെ അനന്തനെ കുലുക്കി വിളിച്ച് എഴുന്നേൽപ്പിച്ച് അമ്പലത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഭദ്രയുടെ മുഖം വീർത്തു കെട്ടിയിരുന്നു. ഇന്നലെ ഫോൺ ചെയ്ത കാര്യമാണെന്ന് അറിയാമെങ്കിലും അനന്തനൊന്നും മിണ്ടാൻ പോയില്ല. വീട്ടിൽ പോയി വിശദമായി പിണക്കം തീർക്കാമെന്ന് കരുതി അമ്പലത്തിൽ ഇറങ്ങി അനന്തൻ നേരെ കമ്മിറ്റി ഓഫീസിലേക്ക് നടന്നു. പോയിട്ട് സമയം 1/4 മണിക്കൂറോളം കഴിഞ്ഞു. അനന്തൻ ബുള്ളറ്റ് ചാരി കൈകെട്ടി നിന്നു. ഭദ്ര കയ്യിൽ കുഞ്ഞിനെയും എടുത്ത് പ്രസാദം പിടിച്ചു വരുന്ന കണ്ടപ്പോൾ അനന്തൻ വേഗം ചെന്ന് കുഞ്ഞിനെ വാങ്ങി. കൊച്ചിൻ്റെ ഡ്രസ്സിൽ മൊത്തം കുങ്കുമമായല്ലോ. പ്രസാദം തന്നെയല്ലേ അനന്തേട്ടാ? ആ കൈ ഒന്ന് നീട്ട്. എന്തിന് നീട്ട്? ഭദ്ര കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞതും അനന്തൻ പ്രസാദം തരാനാകുമെന്ന് കരുതി വേഗം കൈ നീട്ടി. ഭദ്ര ഇലിച്ചേതിൽ നിന്നും ഒരു കറുത്ത ചരടെടുത്ത് അനന്തൻ്റെ നീട്ടിപ്പിടിച്ച കയ്യിൽ കെട്ടിക്കൊടുത്തു. ഇതെന്തിനാ? കറുത്ത വലിയ ചരട് തൻ്റെ കൈ കിടക്കുന്ന ഇഷ്ടപ്പെടാതെ അവൻ മുഖം ചൊളിച്ചു. ഇത് അനന്തേട്ടൻ്റെ ദേഷ്യം കുറയ്ക്കാൻ. ഇനി നിങ്ങൾ ആരെങ്കിലുമായിട്ട് അടി ഉണ്ടാക്കിയാൽ. ഭദ്ര വിരൽ ചൂണ്ടി. ഉണ്ടാക്കിയാൽ? അനന്തൻ ഗൗരവത്തോടെ പറഞ്ഞു. ഉണ്ടാക്കിയ പിന്നെ എന്നെ നോക്കണ്ട. നിങ്ങൾ അമ്മയെ വിളിച്ച് സത്യം ചെയ്തതാ. അത് മാത്രമല്ല, അടി ഉണ്ടാക്കാൻ തോന്നുമ്പോൾ ഈ ചരട് നോക്കിയാൽ മതി. അപ്പോൾ എന്നെയും മോനെയും ഓർമ്മ വരും. അപ്പോൾ അടി ഉണ്ടാക്കാൻ തോന്നില്ല. എങ്ങനെയുണ്ട്? ഭദ്ര 2 പുരികവും ഉയർത്തി താഴ്ത്തി. അനന്തൻ ചിരിച്ചു. ചില നേരത്ത് തോന്നും ഭദ്രയ്ക്ക് ഭയങ്കര ബുദ്ധിയാണെന്ന്. ചില സമയത്ത് തോന്നും ഇത്തിരി ബുദ്ധിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അന്ന് ബുദ്ധിയെന്നെങ്കിലും വിളിക്കാമായിരുന്നെന്ന്. അനന്തൻ ചിന്തയോടെ ചിരിച്ചു.
അനന്തേട്ടൻ എന്താ ആലോചിച്ച് ചിരിക്കുന്നേ? ഒന്നുമില്ലേ. മനസ്സിലായി. ഇന്നലെ വീട്ടുകാരായിട്ട് ഭയങ്കര ഫോൺ വിളിയായിരുന്നു. അപ്പോൾ നമ്മളൊന്നും വേണ്ട. എൻ്റെ പൊന്നോ, ഇങ്ങനൊരു അസൂയ. ആനന്ദൻ കുഞ്ഞിന് അവളുടെ കയ്യിൽ തന്നെ കൊടുത്ത് ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി. കയറടി കുശുമ്പി. കുശുമ്പി നിങ്ങളുടെ മറ്റവള്. ഭദ്ര കുഞ്ഞിനെയും എടുത്ത് കയറി. നമുക്ക് മംഗലത്ത് കയറിയിട്ട് പോവാം. ഭദ്രയ്ക്കും പോകണമെന്നുണ്ട്. ഭവ്യ വേഗം സമ്മതിക്കുമെന്ന് കരുതിയില്ല. അവൾ ഇഷ്ടമില്ലാതെ അനന്തേട്ടൻ പറഞ്ഞതുകൊണ്ട് സമ്മതിച്ചതാണോ എന്ന് വ്യക്തമായി ചോദിച്ചറിയണം. ഭദ്രയെ പിന്നെയും മിററിൽ നോക്കി അനന്തൻ കുശുമ്പി എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. അവൾ പിണക്കത്തോടെ അവൻ്റെ വയറിൽ പിച്ചി. ഒരുപാട് സന്തോഷത്തോടെ ചിരിച്ചു കളിച്ചു പോകുന്ന അവരെ നോക്കി. കവലയിൽ ഒരു കാറ് പാർക്ക് ചെയ്തിരുന്നു. ബുള്ളറ്റ് കവല കഴിഞ്ഞ് ഇടവഴിയിലേക്ക് കയറി. ഡോറി പിടിച്ച അയാളുടെ ഇടം കൈ മുറുകി. ഇതാണോ ശേഖരൻ സാറ് ആള്? കാർ ഓടിച്ചവൻ അയാളെ നോക്കി. രാജശേഖരൻ ഗൗരവത്തോടെ മൂളി. കണ്ടിട്ട് അത്ര കുഴപ്പക്കാരനല്ലല്ലോ. പാവമാണെന്ന് തോന്നുന്നു, പുറകിലെ സീറ്റിലിരിക്കുന്നവൻ പറഞ്ഞു. പാവം. രാജശേഖരൻ കണ്ണുകൾ ഇറുക്കി അടയ്ക്കുമ്പോൾ രക്തം നിറഞ്ഞ മുഖത്തോടുകൂടി ക്രൂരമായ ഭാവത്തോടെ അലറിക്കൊണ്ട് തൻ്റെ വലങ്കൈ വെട്ടിമാറ്റുന്ന ആനന്ദനെ അയാൾക്ക് ഓർമ്മ വന്നു. അയാൾ തൻ്റെ ഒഴിഞ്ഞ വലത്തെ കൈയുടെ ഭാഗം ഇടം കൈകൊണ്ട് തടവി. ആ ചോരക്കണ്ണുകൾ ഒന്നൂടെ തിളങ്ങി.